സന്നിധാനത്ത് നമുക്കൊപ്പം അർജുൻ മട്ടന്നൂരുണ്ട്, ഒപ്പം പ്രവീൺ പുരുഷോത്തമനുമുണ്ട്. കൂടുതൽ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് വരേണ്ടതുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, പമ്പയിലെ കാര്യങ്ങളാണ് റിനു വിശദീകരിച്ചത്. സന്നിധാനത്ത് ഇപ്പോൾ എങ്ങനെയാണ്? രാവിലെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഉച്ചകഴിഞ്ഞ് തിരക്ക് ക്രമീകരിക്കാൻ വലിയ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 5000-ഓളം പോലീസുകാരെയാണ് സന്നിധാനത്തും പമ്പയിലുമൊക്കെ വിന്യസിച്ചിരിക്കുന്നത്. ഇപ്പോഴും നല്ല തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ടല്ലേ? മണികണ്ഠസ്വാമി തൻ അനുഗ്രഹനീയൊഴുകും മകരമണ്ഡലകാലം വൃശ്ചിക ശരണമഹോത്സവം ചന്ദനക്കുളിർമേഘം ഇപ്പോൾ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ സാധാരണ ദിവസങ്ങളിൽ കാണുന്നതിനേക്കാൾ അധികം ഭക്തജനത്തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നു. ഇന്നലത്തെ കണക്ക് പ്രകാരം തന്നെ 80,000-ലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇന്നിപ്പോൾ ഒരു ദർശനത്തിനൊരു പരിധി വെച്ചിട്ടുണ്ട്. ഇന്ന് 40,000 പേർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അനുമതിയുള്ളത്. ഇന്ന് മകരജ്യോതി ദർശനത്തിനൊപ്പം തന്നെ മകരവിളക്ക് ദർശനത്തിന് എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് സ്പെഷ്യൽ ഓഫീസർ വി അജിത്തിന്റെയും ADM അരുൺ എസ് നായരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു. ഒപ്പം തന്നെ പോലീസ്, NDRF, RPF, ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാ വകുപ്പുകളുടെയും നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് വിലയിരുത്തിയത്. മകര സംക്രമ പൂജയും ഇന്ന് നടക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് രാവിലെ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ശ്രീകോവിലിന് സമീപമുള്ള ദൃശ്യമാണിത്. അയ്യപ്പ ദർശനത്തിനായി നൂറുകണക്കിന് അയ്യപ്പ ഭക്തർ ഇപ്പോൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. ഉച്ചയ്ക്ക് ശേഷം തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലേക്ക് എത്തും. അവിടെ പ്രവീൺ, എന്തായാലും ആ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. തത്സമയ കവറേജ് റിപ്പോർട്ടർ TV ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുക. മകരവിളക്ക് മഹോത്സവം, മകരവിളക്ക് ഇന്നിപ്പോൾ പൂർണ്ണമാവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മകരവിളക്ക് ദർശനത്തിനെത്തുന്ന ഭക്തരുടെ തിരക്ക് ഇപ്പോൾ സന്നിധാനത്തും അനുഭവപ്പെടുന്നുണ്ട്, പമ്പയിലും അനുഭവപ്പെടുന്നുണ്ട്. 5000-ഓളം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ടാണ് സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. മകരവിളക്ക് കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാനും ഇപ്പോൾ പോലീസ് ശ്രമിച്ചിട്ടുണ്ട്.